കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ നല്ലൊരു മഴ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്നാ അല്ല ഇപ്പോൾ ഒരു വട്ടം സ്പെഷ്യലായിട്ട് വന്നേ. ചേട്ടൻ ചായ ഇട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് ചായ വേണമെന്ന്. ചേട്ടൻ കഷ്ടി മുഷ്ടി ചായ ഇട്ടത്. എൻ്റെ കപ്പ് അതാ. ആ കപ്പ് എൻ്റെയാ. പക്ഷെ എനിക്ക് ആ കപ്പ് ഇതുപോലെ എനിക്ക് അരിച്ചൊഴിക്കണം. അരിക്കാതെ ഒഴിക്കണം ഇഷ്ടമല്ല. ചായപ്പൊടി വയറ്റിൽ പോയാൽ കൊള്ളൂല. ഇന്നാളെ ഞാൻ വായിച്ചതാണ്, ചായപ്പൊടി വയറ്റിൽ പോയാൽ ഉവാവ് വരും. എങ്ങനെ ഉണ്ടായിരുന്നു മഴ? മഴ കുഴപ്പമില്ല, നല്ല മഴയായിരുന്നു. മഴ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, ഒച്ചപ്പാടില്ലാത്ത മഴയായിരുന്നു. ശരിയാ, ഒരു ഇടിയെ വെട്ടിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. ചെറുതായിട്ടിടി വെട്ടി. അടുത്ത നമുക്ക് ഭാസ്കരനോട് പോയി ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു മഴ എന്ന്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു മഴ? എടാ ക്യാമറ എന്ന് പറഞ്ഞാൽ പിന്നെ ജന്മം ചെയ്ത തല പൊക്കൂല. ഭാസ്കു മഴയൊക്കെ പെയ്തു. ചൊട്ടി 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 എവിടെ ഇച്ചോട്ടി ഇച്ചോട്ടി പൂച്ച പൂച്ച കണ്ടോട്ടെ, വന്ന് നോക്കണം കേട്ടോ. ചൂച്ച ചൂച്ച ഈ ചൂച്ച എൻ്റെ വട്ടിനെ ഞാൻ വട്ടിച്ചു. ഇൻ്റെ മാക്കൂനെ ഞാൻ വട്ടിച്ചു. പാവ. ജീവിതത്തിൽ ആദ്യമായിട്ട് മഴ പെയ്തിട്ട് കറണ്ട് പോകാത്ത ഒരു രാജ്യമായിട്ട് ഞാൻ എൻ്റെ രാജ്യത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ രണ്ട് ചായ ഒന്ന് എടുക്കാമായിരുന്നു. അതിനകത്ത് ചായ പൊടിച്ചായ ചൂടാ ചേട്ടാ, ആവി എടുക്കുന്ന ചേട്ടാ. നമ്മുടെ പശിക്കുഞ്ഞിനെ കണ്ടോട്ടെ. നമ്മുടെ പശിക്കുഞ്ഞ് ഇന്നലെ മഴ നനഞ്ഞിട്ട് നമ്മുടെ പശിക്കുഞ്ഞിന് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പശിക്കുഞ്ഞിന് ചേട്ടൻ പഴം കൊടുത്തു, അരി കൊടുത്തു. നമ്മുടെ പശിക്കുഞ്ഞാണെങ്കിൽ മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ പശിക്കുഞ്ഞിന് ചേട്ടൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. പക്ഷിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ മഴയത്ത് വീണ് കിട്ടിയതാണ്. മഴയത്ത് അക്കോടും കാറ്റത്തെങ്ങാണ്ട് മരത്തിൽ നിന്ന് താഴെ പോയതാണ്. പറക്കൂല കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പശിക്കുഞ്ഞിന് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പശിക്കുഞ്ഞ് പഴം കഴിക്കണുണ്ട്. പശിക്കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കണു. പശിക്കുഞ്ഞിൻ്റെ പേടിയൊന്നും മാറിയിട്ടില്ല. നമ്മൾ സുന്ദരിയായിട്ടിരിക്കണു അല്ല പശിക്കുഞ്ഞേ? കിളിക്കുഞ്ഞേ, എൻ്റെ കിളിയേ. നമ്മൾ ചക്കയൊക്കെ വെട്ടി അരിഞ്ഞ് വെച്ച് അതിൻ്റെ ബാക്കി ചക്കക്കുരുവാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഷിമിക്കൂട്ടിലേക്ക് കെട്ടി വെക്കാനുള്ള പ്ലാസ്റ്റിക് കവറിലാക്കാൻ. അപ്പോൾ നമ്മുടെ മഴ, നമ്മുടെ ചെറുക്കൻ ബൂട്ട്സൊക്കെ ഇട്ട് നടക്കുന്ന ചെറുക്കൻ. വെള്ളം തെറിപ്പിക്കരുത് കേട്ടോടാ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കണ്ണറിയാൻ മേലാത്ത 4 പിള്ളേർ. അതിൻ്റെ ഇടയ്ക്ക് മതിലും പിടിച്ച് വീണ്ടും മതിൽ ചാടാൻ തയ്യാറെടുത്തിരിക്കുന്ന അമ്മച്ചിയെ നമുക്കിവിടെ കാണാം. അമ്മച്ചി എപ്പോഴും ഈ മതിലും പിടിച്ച് അങ്ങോട്ട് നോക്കി നിൽക്കണം. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ഒമ്മാസായിട്ട് വളരാനുള്ളത് നമ്മുടെ ശുട്ടുമണി. അല്ല, കുഞ്ഞാപ്പ് മാത്രം മഴയത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. കുഞ്ഞാപ്പൂനെ അറിയാം മഴ കൊണ്ട് കഴിഞ്ഞാൽ ഉവാവ് പിടിച്ച് വായും പിടിച്ചിരിക്കേണ്ട വരുന്നു. പിന്നെ നമ്മുടെ താറാക്കുഞ്ഞുങ്ങൾ നിൽക്കുന്നു. നമ്മുടെ കോഴികളെല്ലാം അവിടെ പോയി തിന്നുന്നു. നമ്മുടെ ആട് അവിടെയുണ്ട്. പിന്നെ ഇവൻ അങ്ങോട്ട് ഈ മഴയത്ത് ഈ വെള്ളപ്പൊക്കത്തിൽ എങ്ങോട്ട് പോവുക. അത്യാവശ്യം നല്ല മഴയായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ അടിച്ചു വാരിയെല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ആയിട്ടുണ്ട്. ആടിനും കൊണ്ടുവന്ന പുല്ലാണ്. ഇത്രയും മഴയായിട്ടുണ്ട് നമ്മുടെ ഇവിടെ. അപ്പം ചേട്ടൻ നമ്മുടെ പെസഹാപ്പം ഉണങ്ങി വെച്ചതിരുന്ന് ഉണക്കക്കപ്പ തിന്നും പോലെ തിന്നുക. ഇതാണ് നമ്മുടെ പെസഹാപ്പം ഉണങ്ങിയത്. ആ
പെസഹാപ്പ് ഉണങ്ങിയത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് ചേട്ടൻ എന്താ ഭരണി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. മഴക്കാലത്തേക്ക് ഇതുപോലെ ഡ്രൈ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് തിന്നണം. മഴ പെയ്യുമ്പോൾ ഉണക്കക്കപ്പ പുഴുങ്ങി തിന്നും, ചക്കക്കുരു വറുത്ത് തിന്നും. ചക്കക്കുരു പുഴുങ്ങി തിന്നും. ഒരു കാര്യമില്ലാതെ വെറുതെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്ന ആൻസ് കുട്ടനെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതായിരുന്നു ഈ പാൻ്റാണെന്നാ ഇട്ടായിരുന്നേ? ചോദിച്ചാ വെള്ളോട്ടും കൊണ്ടാന്നല്ലോ ഈ പാൻ്റെ. യൂട്യൂബർ ആൻസ്, യൂട്യൂബർ ആൻസ് ആണോടാ? ഈ കയ്യിലാത്ത ഉടുപ്പ് ഇതിട്ടെന്നാണോ നീ കളിക്കാൻ പോയാ? നാണോ മാനൊന്നുമില്ലേ? നല്ല ഉടുപ്പാ, കുഞ്ഞാല്ല പാഞ്ചാണ്. ഞാനൊരു ഓറഞ്ച് ഉടുപ്പ് വാങ്ങിയത്. എനിക്കെന്താ ചേട്ടാ? ഞാൻ ഉള്ളിപ്പറിക്കുന്നുണ്ട്, സാധ്യതയല്ല. തൊട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം കിട്ടിയില്ലാടാ നമ്മൾ പറയും. ശരിക്കും കിട്ടിയാടാ? അവസാനം കൊടുത്തിനാ നോക്കും. ആദ്യം ഞാൻ ചുമ്മാ ഇങ്ങനെ പയ്യെന്ന് തലോടി വിട്ടോളൂ. അടുത്ത എന്നപ്പോ എപ്പ കിട്ടി വെച്ചാൽ അത് അമ്മ വീഡിയോ എടുത്തത് വിടുകയും ചെയ്യും കേട്ടോ. അതൊക്കെ ഞാനിടും. ഞാൻ കൈ വിടണ്ട ചേട്ടാ. ചേട്ടൻ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറ ചേട്ടാ. ഇങ്ങനെ ഇരുന്ന മഴയൊക്കെ പെയ്ത് കാപ്പിയൊക്കെ കുടിച്ച പെസഹാപ്പൊക്കെ തിന്നിരിക്കുമ്പോഴേക്കും ചെറുപ്പത്തിലെ ഏതും ഇടിവെട്ടിയാലും സിറ്റിക്കോ? എപ്പോഴാ രാത്രി വീട്ടിൽ കളിച്ചോണ്ടിരുന്നേ? വീട്ടിൽ ചെല്ലണോ? എല്ലാ പിള്ളേരും വീട്ടിൽ കാണാ? എന്നും കുരിശടിക്കില്ലേ? പിന്നെ ഇപ്പൊ വർക്ക്ഷോപ്പിൽ പോയി തുടങ്ങി പിന്നെ സമയത്ത് ചേട്ടൻ വർക്ക്ഷോപ്പിൽ പോകാണ്ടായ സാഹചര്യം എന്താ ചേട്ടാ? സാഹചര്യമല്ല, അപ്പൊ ചേട്ടൻപുള്ളി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, സൗദിയിൽ ഉണ്ടായിരുന്നല്ലോ. ആദ്യം ജോസേട്ടനാണ് പോയേ? ജോസേട്ടനാണോ സൈമൺ ചേട്ടനൊക്കെ ഉണ്ടായാ? അന്ന് നമ്മുടെ ഒരു ടെക്നിക്ക് പഠിച്ച ഒന്നുമില്ലല്ലോ നമ്മുടെ കസ്റ്റഡിയില്ല. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ അത്യാവശ്യം മണിപ്പണിയൊക്കെ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ വർഷോപ്പ് പോയത്. ചാച്ചൻ പറഞ്ഞോ? ചേട്ടൻ എനിക്ക് ഏത് പണി ചെയ്യാനായിട്ടും മടിയില്ല. ഇപ്പോൾ കഴിവിലാന്ന് നോക്കാൻ നിൽക്കാൻ ഒരു അന്ന് നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി ആ വർക്ക്ഷോപ്പിലാണ് പണിയുന്നത്. അതിന് അന്നത്തെ കാലത്തൊക്കെ വർക്ക്ഷോപ്പ് പണി ഇച്ചിരി സ്റ്റാൻഡേർഡ് പണിയല്ല. അപ്പോൾ അങ്ങനെ പോയി. വീട്ടിൽ നിന്നൊക്കെ വിടുവായിരുന്നോ സൗദിക്ക് പോവാൻ?
ആദ്യമായിട്ട് സൗദി പോയപ്പം എയർപോർട്ടിൽ വന്നത് ആരാ? തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് കയറിയത്. ആ ആരാ കൊണ്ടുവിട്ടെ? അതിൽ പോയി സോചേച്ചിയാന്ന് സോഫി ചേച്ചി കൂടെ വന്നോ? ചേച്ചിയാന്ന് തോന്നുന്നു. അങ്ങനെ പോയത് വീട്ടിലെ ജീപ്പിലാണോ? അല്ലല്ല, ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി കിടന്നിട്ട് തിരുവനന്തപുരത്ത് നിന്നാണ് പോയത്. അല്ല, അന്ന് വീട്ടിൽ ജീപ്പുണ്ടോ? അന്ന് വീട്ടിൽ ജീപ്പുണ്ടോ ചേട്ടാ? അന്ന് ജീപ്പ് വിറ്റാ. അന്ന് ഏതായാലും ബസ്സിലാണ് പോയത് തിരുവനന്തപുരത്തിന്. ബസ്സിന് പോയി. ശരിയാ. സോഫി ചേച്ചിയാണ് കൂടെ വന്നേ? ബസ്സിന് പോയി. അന്ന് പന്നൂരത്തെ പേരമ്മയുടെ ആള് അവിടെ താമസിക്കുന്നത്, തിരുവനന്തപുരത്ത് താമസിക്കുന്നതാണ്. ലീല. ആ സോഫി ചേച്ചിയുടെ പ്രായമുള്ള. അവിടെ പോയി കിടന്നിട്ട് അവിടുന്ന് രാവിലെ ഉച്ചക്ക് കണ്ടായിരുന്നു. ലീല ചേച്ചി ഉണ്ടോ ഇപ്പം? അവരെവിടെ ഇപ്പം? അവര് ഇവിടെ വാഗമണ്ണിലൊരു റിസോർട്ടുണ്ട്, വീടുണ്ട്. അവിടെ ആയിരുന്നു. അവിടെ വെച്ചാണ് ചേട്ടൻ മരിച്ചത്. ഞാൻ പോയിട്ടുണ്ടോ? പക്ഷേ അങ്ങനെ കണ്ട പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ടാ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് എങ്ങോട്ടാ പോയേ? ചെന്നൈക്കാ? ബോംബെയാ? റിയാദ്. നേരെ പോവാണ് ഇതേ? ആ റിയാദിൽ ചെന്ന് ഇറങ്ങി. അവിടെ ചേട്ടൻ വന്നോ കൊണ്ടുപോവാൻ? അവിടുന്ന് ഒരു 1000 കിലോമീറ്റർ ഹയൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചേട്ടൻ വന്നു. ചേട്ടനെ കൂട്ടാൻ ഈ നെയ്ശ്ശേരിക്കാൽ അല്ലെങ്കിൽ കോട്ടക്കാലിൽ ജോൺസൺ എന്ന് പറഞ്ഞു. ജോൺസൺ ആണ് അവിടെ വണ്ടി ഓടിക്കുക. ആ ചേട്ടനുണ്ടോ ഇപ്പോഴോ? കാണാറുണ്ടോ? ആ പുള്ളി അത് കഴിഞ്ഞ് സൗദിയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് പോയി, ലണ്ടനിൽ പോയി. നേഴ്സായിരുന്നു. ആ ചേട്ടൻ നേഴ്സായിരുന്നോ? പുള്ളി അവിടെ വണ്ടി ഓടിക്കരുത്. അതിൻ്റെ ഭാര്യയാ. എന്നിട്ട് അവിടുന്ന് ഹയലിൽ നിന്ന് 200 കിലോമീറ്റർ വീണ്ടും കാറയിലാണ്. കാറയിൽ പോയി ചേട്ടൻ പുള്ളി ചെന്ന് കയറുമ്പോൾ സംഗതി മഴ പെയ്ത് വെള്ളപ്പൊക്കം, നല്ലൊരു തണുപ്പുണ്ട്, നല്ല തണുപ്പുമാണ്. ആ ഇടയ്ക്കാണ്ട് ഒരു മഴയും പെയ്തായിരുന്നു. ഇതിലൊക്കെ വെള്ളം കിടപ്പുണ്ടാകും. അത് കഴിഞ്ഞ് രാത്രി ചെല്ലുമ്പോൾ അവിടെ ഒരു അലിക്കണ്ണൻ കാക്കാന്ന് ഒരു കാക്കയുണ്ട്. പുള്ളിയുടെ ഹോട്ടലുണ്ട്. പുള്ളിയുടെ ഹോട്ടൽ അപ്പോൾ അത് സാധാരണ ഒരു 10, 10:30, 11 ആയിട്ട് അടയ്ക്കുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് അവർക്ക് ചോറിനാൻ പോകണം. ചേട്ടൻപുള്ളി അവിടെയാ സ്ഥിരം ഭക്ഷണം. ചോറുണ്ടില്ല, കട്ടൻ ചായ കുടിച്ചു. ഞാൻ ഓർക്കുന്നില്ല എത്ര വർഷമായിട്ട്. 2000 അല്ല 93-ലല്ലേ? 1993. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്താണ് ചേട്ടൻപുള്ളിയുടെ റൂമിൽ ചെന്ന്. തണുപ്പുണ്ടായിരുന്നു. ഹീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹീറ്റർ കണ്ണോർന്ന് പറ. അതന്നെ തന്നെ അടഞ്ഞു പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ ചെന്നു, സുഖമായിട്ട് കിടന്നു. രാവിലെ ഏറ്റു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും സൈമൻ്റെ അച്ചായൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അച്ചായൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്നെ കാണാൻ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. ചേട്ടൻപുള്ളി എല്ലാവർക്കും നല്ലൊരു ഇതായിരുന്നല്ലോ, എല്ലാവരുമായിട്ട് നല്ല. ചേട്ടനാണ് ചെന്ന വഴി ചേട്ടൻ കൂട്ടായ എല്ലാവരുമായിട്ട്. എങ്ങനെ? ചേട്ടൻ അല്ല, ചേട്ടൻ്റെ അനിയനാന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു ഇതായി. എല്ലാവർക്കും നല്ല എന്താ പുള്ളി അതിനൊക്കെയാണ് എല്ലാവരുടെ അടുത്തും വരും. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം കളയാം. അപ്പോൾ പിന്നെ എല്ലാവരുമായിട്ട് സംഗതി. അത് കഴിഞ്ഞ് പിന്നെ അന്ന് തന്നെ ഈ ചേട്ടൻപുള്ളി പണി ജോലി വർക്ക്ഷോപ്പിന് തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പാണ് നമ്മുടെ സൗദിയുടെ വർക്ക്ഷോപ്പ്. അവിടെ മലയാളികൾ എറണാകുളംകാരനും ഇവിടെ നെന്മാറ, ചിറ്റൂർ, പാലക്കാട് അങ്ങനെയുള്ള ഇവിടെ ഉണ്ടെന്ന്. എറണാകുളത്തുണ്ടാകുന്നവരുണ്ട്. പിന്നെ ഒരു സലീം ഉണ്ടായിരുന്നു, ബാംഗ്ലൂരുകാരനുണ്ടായിരുന്നു. 6-7 പേരുണ്ടായിരുന്നു. 7 അത് കൂടുതലുണ്ടാവും.
പുള്ളീനെ പോയി കണ്ടു. വല്ലതും അറിയാവോ? അറിവ് വല്ലതും അറിയാവോ? ഉണ്ടോ? ആദ്യം വല്ലല്ലോ. പുള്ളി അതൊന്നും ഞാൻ ചിരിക്കാനില്ല. പുള്ളി ചെന്നാൽ എനിക്ക് കയ്യിലൊക്കെ തന്നു. തന്നെ പാസ്പോർട്ട് അന്ന് മേടിച്ചില്ല. അന്ന് മേടിച്ചു ഇല്ല. അന്ന് പൈസ പാസ്പോർട്ട് കൊടുത്ത് പോയ പുള്ളി മേടിച്ചു. അത് കഴിഞ്ഞാൽ പറഞ്ഞു നാളെ തുടങ്ങി വർഷത്തിൽ വന്നോളാൻ പറഞ്ഞു. അപ്പം പിന്നെ ഞാനവിടെ നിന്ന് എന്നോട് പറഞ്ഞു, ചേട്ടൻപുള്ളി പറഞ്ഞു, ഇപ്പം ഞാൻ വന്നു നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ വർഷം എല്ലാവരും പരിധമുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരാണ്. എല്ലാവരും മലയാളികളുണ്ട്, ഹിന്ദിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നു കേട്ടോ. വന്നു എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു. എന്നാലും ചേട്ടൻപുള്ളി എന്നെ പറഞ്ഞു, എൻ്റെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ചായ കുടിക്കുന്ന സമയത്തോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് അലിക്കണ കാക്കയുടെ അടുത്ത് പോകും. പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേട്ടൻപുള്ളിയായിട്ടൊന്ന് ഭയങ്കര ഇതാണ്. അതെവിടുത്തുകാരനാ? അത് പുള്ളി എവിടുത്തുകാരനാണ്? മലയാളിയല്ലേ? മലയാളി തന്നെയാണ്. അലിക്കണ്ണൻ ഫാമിലി ആയിട്ടാണോ? അല്ല, പുള്ളി തന്നെയാണ്. മലപ്പുറം വല്ല ആയിരിക്കും അല്ലേ? തിരുവനന്തപുരം ഭാഗത്ത് എങ്ങനെയാലും ശരി. നല്ലൊരു വന്നു കഴിഞ്ഞാൽ അന്ന് ഏജ് ഉണ്ടായിരുന്നു അതിനാ. വന്നു കഴിഞ്ഞാൽ വയറ് നിറച്ച് ആഹാരം കൊടുത്തേ വിടുള്ളൂ. ആരായാലും പൈസ ഉണ്ടോ ഇല്ലെന്ന് അതിപ്പോ ഉണ്ടാവുമോ? അവിടെ ഒന്നുമില്ല. അവിടെ നിന്നൊക്കെ പോന്നു, സൗദിയിൽ നിന്നൊക്കെ പോന്നു. അങ്ങനെ അന്നൊക്കെ എന്തെങ്കിലും അന്ന് പിന്നെ വൈകുന്നേരം ചേട്ടൻപുള്ളിയുടെ കൂടെ 1-2 വേറെ കൂട്ടുകാരുടെ വീട്ടിൽ റൂമിക്കടക്ക് പോയി വർത്താനം പറഞ്ഞ് കിടക്കണ 10-10:30 ഭാഗത്തൊക്കെ നമ്മളെ കിടക്കുള്ളൂ. അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് പോന്നു. ഇവിടെ വന്ന് കാക്കരടുത്ത് വന്ന് ഭക്ഷണം കഴിച്ചു. അപ്പം ഞാൻ അന്ന് മലയാളി ഫുഡാണ് അവിടെ. മലയാളി ഫുഡാണ്. ആ ഇടയ്ക്ക് മീൻ കഴിക്കാറില്ല. ഇവിടുന്ന് ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അല്ല, അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചാറൊന്നും വെച്ച് കഴിച്ചിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി രാത്രി 11 മണിക്ക് 12 ചോറാണ് തന്നത്. ശരിയാ, മീൻ കറിയാണ് തന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, എനിക്കങ്ങോട്ട് ഈ യാത്ര ചെയ്തൊന്ന് ഭയങ്കര ക്ഷീണമല്ലേ. അത് ഞാൻ പറഞ്ഞു മീൻ വേണ്ട, ഞാൻ വേറെ എന്തൊക്കെ തന്നു, കഴിച്ചു. ഇച്ചിരി കഴിച്ചോളൂ ഞാൻ. പിന്നെ കുഴപ്പമില്ല, പിന്നെ കഴിച്ചോണ്ടിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം വർഷോപ്പ് പോയി. പാൻറ് ഷർട്ടൊക്കെ ഇട്ട് പോയി. അവിടെ മലയാളികളാണ് കേട്ടോ. 1-2-3 മലയാളികളുണ്ട്. ബാബുണ്ട്, എറണാകുളം ബാബുണ്ട്, ചന്ദ്രൻഭായി ഉണ്ട്. പിന്നെ വേറെ ഉണ്ട് ആൾക്കാരുണ്ട്. ഓർമ്മ പേരൊന്നും വന്നതാണ്. ഒരു വിൻസെൻ്റ് എന്ന് പറഞ്ഞ ഒരാൾ, ജോപ്പൻ്റെ. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പണി അറിയാമല്ലോ. അപ്പം പിന്നെ എന്നോട് പറയും ഇന്ന പണി ചെയ്താലും പറഞ്ഞാൽ നമ്മൾ ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല. നമുക്ക് ഒരു സൗദി വന്ന് ഇന്ന പണി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവർ വന്ന് ഈ പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. സൗദികളൊന്നും പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അവരോട് പറയുമ്പോൾ അവർ വന്നിട്ട് 1 വർഷം ആയതാണ്, 1 വർഷം മുകളിലായി. അപ്പോൾ അവർ കൃത്യമായിട്ട് മറുപടി പറയുന്നതാണ്. മറുപടി പറയാൻ നമുക്കറിയാം. ഞാൻ കേട്ടോ തമ്പുരാൻ, അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, തമ്പുരാൻ ഈ ഭാഷയൊക്കെ പഠിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുമോ എന്നുവെച്ചാൽ അറിയില്ല, നമ്മളൊരു ഇതൊന്നുമല്ലേ. പിന്നെ ഈ ചേട്ടൻപുള്ളി പറഞ്ഞു, ആദ്യം ഞങ്ങൾ എന്നോട് പറഞ്ഞാടാ, ആദ്യം ഈ 1, 2, 3, 4, 10, 100 വരെ അതാവുമ്പോൾ കിട്ടും. പിന്നെ ആകുമ്പോൾ ശരിയാവും. അങ്ങനെ ഒരാഴ്ചയൊക്കെ ആയിരിക്കും ചെറിയ ABC-യുടെ ഇത് കിട്ടി, ചെറിയൊരു ഇത് കിട്ടി. കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇതായി എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പിന്നെ ഇത് പഠിച്ചെടുക്കാം എന്നുള്ള ഇതായി. പിന്നെ മലയാളികളുടെ കൂടെ നിൽക്കാം. അപ്പോൾ ഈ മലയാളികളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് നമ്മൾ പെട്ടെന്ന് പഠിക്കില്ല. അവർ പറഞ്ഞ മലയാളത്തിലല്ലേ പറയും. ഈ അപ്പോൾ ഒന്നിലെ ഹിന്ദിക്കാരുടെ കൂടെ നിൽക്കണം, ഹിന്ദിക്കാരുടെ കൂടെ. അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം 3-ാമത്തെ ദിവസമാണ് മലയാളി പറഞ്ഞു വണ്ടി എടുക്കാൻ പറഞ്ഞു, പുള്ളിയുടെ വണ്ടി. അപ്പോൾ ബാബുണ്ട്, എറണാകുളം ബാബു. അവിടുത്തെ വണ്ടിയുടെ പുള്ളിക്കായിട്ട് കോണ്ടാക്ട് ഉണ്ടോ ബാബു? ഇടയ്ക്ക് ഉണ്ടാകും, ഇപ്പം ഇല്ല. ഇവിടെ തന്നെ. അപ്പം ഞാൻ ഗീറൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഞാൻ കയറിയിരുന്നു. ലൈസൻസ് ഒന്നും ഇല്ലല്ലോ. മെയിൻ റോഡ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണം. വണ്ടിയൊക്കെ എടുക്കും. നമ്മളിവിടെ വണ്ടി ഓടിക്കണാണല്ലോ. വണ്ടി ചെന്നപ്പോൾ മരുഭൂമിയിലേക്കാണ് പോണേ. മരുഭൂമി മണൽ കിടക്കൂല്ലേ, വണ്ടി ഓടിക്കാൻ വലിയ മല. ഈ ഇതായി ഇവിടെ നിന്ന് ഞാൻ പയ്യെ പോവാം. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. ഇവിടെ പുള്ളി പറഞ്ഞ് നിർത്താൻ പറഞ്ഞ് നിർത്തി. പുള്ളി കയറിയിരുന്നു. കയറിയിരുന്ന് കഴിഞ്ഞിട്ട്
പുള്ളി അന്ന് പറഞ്ഞ ഭാഷ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി. പുള്ളി പറഞ്ഞ എന്നാന്ന് വെച്ചാൽ മരിക്കൂടെ പോയി പയ്യെ പോവരുത്, സ്പീഡിൽ പോകണം, എന്നാലും ഈ മണ്ണിന് ചവിട്ടിക്കറി. പിന്നെ ഏതെങ്കിലും കാരണവശാൽ വലിയ പൂഴി ചാടിക്കഴിഞ്ഞാൽ ഈ ടയറിന്റെ കാറ്റ് അയച്ചു കൊടുക്കും, കുറച്ച് പളിങ്ങി കിടക്കും, എന്നിട്ട് വണ്ടി എടുത്ത് പോകാം. അതൊക്കെ ഞാൻ പരീക്ഷ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞു തന്നു, മനസ്സിലായില്ല. പക്ഷെ മനസ്സിലായി. പുള്ളി ആംഗ്യം കാണിച്ച് പുള്ളി പറഞ്ഞു തന്നു. പുള്ളിയുടെ വീട്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞ് ചായയും കാവയും ഒക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു തന്നു. അപ്പൊ കാറ്റ് പോകുമ്പോൾ അല്ല, കാറ്റ് ടയർ അയച്ച കാറ്റ് അയക്കുമ്പോൾ പളിഞ്ഞിരിക്കും, അപ്പോൾ കയറി പോകും. അപ്പൊ നമുക്ക് ആംഗ്യം കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ പുള്ളി പറഞ്ഞ വാക്കുകൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2-2:30 3 മണിയായപ്പോഴാണ് പോനെ. ഉച്ചയ്ക്ക് ഊണൊക്കെ തന്നു വീട്ടിൽ നിന്ന്. അത് പ്രത്യേക ഒരു ഇതുണ്ട്. ഊണെന്ന് പറഞ്ഞാൽ അവിടുത്തെ കപ്സയും കോഴിയും പച്ചയിലയും കിച്ചലയും ഒക്കെ എല്ലാം കൂട്ടിയാണ്. നല്ല കേട്ടോ, നല്ല സാധനമാണ്. ഈ ക്യാബേജിൻ്റെ ഇത് അല്ലാതെ വേറെ ഏതാണ്ട് പച്ചക്കറി അതൊക്കെ കൂട്ടി ഇവർ കഴിക്കണം. അപ്പം അതുകൊണ്ട് കഴിച്ചോളാം, ഇവരെന്ത് തന്നാലും ഇവർ കഴിച്ചോളാം. അങ്ങനെ അവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അന്ന് പോകുന്നതിൻ്റെ ഇപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ പോകട്ടെന്ന് പറഞ്ഞു. അതൊക്കെ പുള്ളി വീട്ടിൽ പോകാനായിരിക്കുന്നു. അങ്ങനെ വെൽഡിങ് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. വെൽഡിങ് രണ്ടും എനിക്കറിയില്ല. ഇവിടുന്ന് പോയപ്പോൾ വെൽഡിങ് ഒന്നും അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻപുള്ളി എടുത്ത് ഇതല്ലേ ഒരു മതിലാണ്. അപ്പോൾ പുള്ളി എടുത്ത് ചിലപ്പോൾ വൈകുന്നേരം ഇവിടെ പണി നിർത്തിക്കുമ്പോൾ പുള്ളിക്ക് പണി കാണും. അപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കും വെൽഡിങ് പഠിക്കാൻ. അപ്പോൾ അങ്ങനെ അനുസരിച്ച് പഠിച്ചു. പിന്നെ നമ്മുടെ വർഷത്തിൽ പാച്ചോർക്കുണ്ട്, പെയിൻറ്റിൻ്റെ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും രാത്രി പുള്ളി 10-11 മണി വരെ പണി. സലീം ഭായി മദ്രാസുകാരനാണ്, മലയാളം അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പോരാ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് പോരാ, വെൽഡ് ചെയ്തോ ഞാൻ പഠിപ്പിച്ചുതരാം. ഇപ്പോൾ ചേട്ടൻപുള്ളി വലിയ കാര്യമാണ് ഈ സലീം ഭായിക്ക്. അപ്പോൾ പിന്നെ ഈ ഗ്യാസിൻ്റെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ പയ്യെ ചെയ്യണം, ഇല്ലെങ്കിൽ കത്തിപ്പോകും. അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. വെൽഡിങ്ങിൽ ഒത്തിരി കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇലക്ട്രിക് വെൽഡിങ് ഒരുവിധമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ മുതലാളി ഈ സൈബായി മുതലാളിയോട് പറഞ്ഞ ഈ ആടിനെ കൂടാരം ഉണ്ടാക്കാൻ വേണ്ടി പൈപ്പും നെറ്റും കൊണ്ടിട്ടും. അപ്പോൾ അത് വലിച്ചടിച്ച് അപ്പോൾ എന്നോട് പറഞ്ഞു സമയം കിട്ടുമ്പോൾ അനുസരിച്ച് മുതലാളിക്ക് വേണ്ടിയാണ് സമയം കിട്ടാൻ അനുസരിച്ച് ഇത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ സമയം കിട്ടുമ്പോൾ അപ്പോൾ ഈ സലീമും വരും. വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുള്ളി പറഞ്ഞു തന്നിട്ട് പോകും. ഞാൻ അതുപോലെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഞാൻ അത് 1-2 മാസം കഴിഞ്ഞാട്ടോ, 2-3 മാസം ആയിട്ടാണ്. അത് കഴിഞ്ഞ് പുള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വെൽഡിങ് ചെയ്യുകയാണെങ്കിൽ പുള്ളി അകലെ നിന്ന് നോക്കും, ശ്രദ്ധിക്കും ഈ മുതലാളി. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി വെൽഡിങ് ഒക്കെ ആയി, പുള്ളി മനസ്സിലാക്കി. അപ്പോൾ എന്നിട്ട് സലീമിനോട് ചോദിച്ചു എന്ന് പറഞ്ഞു. എന്നെ ഡെക്സ് എന്ന് പറയുള്ളൂ, ജാക്സൺ എന്ന് പറയില്ല. ഇവർക്ക് അത് ചില പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഡെക്സ് മസ്ബൂത്ത് അപ്പോൾ നല്ല ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ സലീം പറഞ്ഞു നല്ല ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം തന്നെ പുള്ളി വേറെ ഈ മുതലാളിയുടെ തല വേറെ സ്ഥലത്തേക്ക് പോയി. അത് കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ് പുള്ളി ഒരു ദിവസം എന്നോട് ഒരു ആന്ധ്രക്കാരൻ പയ്യനുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും ഒരു ശനിയാഴ്ച വണ്ടി കയറാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കയറി. പുള്ളിയുടെ താമസിക്കുന്നിടത്തു നിന്നും ഒരു 15-20 കിലോമീറ്റർ അപ്പുറം. അപ്പോൾ അവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ. ചേട്ടൻപുള്ളിയുടെ അടുത്ത് നിന്ന് 50 കിലോമീറ്റർ മരുഭൂമിയാണ്. അവിടെ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരു 20 സെൻറ്റ് ഉണ്ട്. അത് ചുറ്റും മതിൽ കെട്ടി വെക്കുക, കാട് പിടിച്ച് വെക്കുക. ഒരു 2 റൂമുണ്ട്, ഒരു ഷെഡില്ല, ഒരു രണ്ട് കുഴി താത്തിയിട്ടുണ്ട്. പുള്ളി വന്ന് അപ്പം അന്നേരം 5 മാസമൊക്കെ ആയപ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ ഇത് കിട്ടുന്നുണ്ട്, കുറച്ചൊക്കെ ഇത് കിട്ടും. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കണം, ഇവിടെ ഷെഡ് അടിക്കണം. അപ്പം ഞാൻ നോക്കി ഇപ്പോൾ ഷെഡ് അടിക്കാമെന്ന് വെച്ചാൽ ഈ വേറെ എന്തെങ്കിലും ഇങ്ങനെ ആയിരിക്കാമെന്നുള്ള മട്ടായിരിക്കും. അപ്പോൾ തന്നെ ഇന്ന് പോവാം, നമുക്ക് നാളെ രാവിലെ വന്നച്ചാൽ മതി എന്ന് തോന്നുന്നു. അത്
എന്നിട്ട് പുള്ളി പറഞ്ഞു ഇന്ന് വേണ്ട ഇന്നിപ്പോൾ സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ചായ കുടിക്കാൻ തോന്നി പുള്ളി പറഞ്ഞു. ചായ കുടിക്കാൻ ചെന്ന് അവിടെ ചായക്കടയുണ്ട്. അവിടെ ചെന്ന് മലയാളിയാണ് ചാട്ടമ്പുള്ളി വലിയ കൂട്ടുകാരൻ. ആ അച്ചായൻ്റെ അന്നത്തെ പറഞ്ഞു അച്ചായൻ്റെ അനിയൻ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. സൈമണച്ചായൻ്റെ എങ്ങനെയാണ് സൈമണച്ചായൻ്റെ അനിയൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പത്തിൽ അകത്തുള്ളപ്പോഴത്തെ ചായ വന്നു കഴിഞ്ഞു. ഈ ചേട്ടമ്പുള്ളി കട്ട ചായ കുടിക്കുള്ളൂ. ആ രീതിയിൽ എനിക്ക് കട്ട ചായ ഉണ്ട്. എനിക്ക് കട്ട ചായ ആണല്ലോ ഇഷ്ടം. കട്ട ചായ കൊണ്ട് തന്നു കുടിച്ചു. അപ്പോൾ എന്നെ വിശേഷം എന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ണൂരുള്ള ഒരു അനിലുണ്ട്. അവർ ചേട്ടമ്പുള്ളിയൊക്കെ ഒന്ന് ഒറ്റ ബാച്ചിൽ വന്ന ഒരു 8 പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉണ്ട് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് അല്ല ചായ കുടിച്ചു. പുള്ളി മുതലാളി തന്നെ പൈസ കൊടുത്തു കേട്ടോ. നമ്മൾ കൊടുപ്പിച്ചില്ല. പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നാളെ ഞങ്ങൾ വരണ്ട് എന്ന് പറഞ്ഞു. ആ അപ്പോൾ വർക്ക്ഷോപ്പ് തുടങ്ങാൻ അപ്പോൾ പുള്ളിയുടെ സ്ഥലം കേട്ടോ. പുള്ളി വർക്ക്ഷോപ്പ് തുടങ്ങാനായിരിക്കും ജാക്സാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു എന്നോട് പറഞ്ഞു. ആ അപ്പോൾ നമുക്കറിയില്ലല്ലോ. പറഞ്ഞൊരു വ്യത്യാസം വന്ന് മുള്ള ഈ കാട് പിടിച്ചിടണേ മുള്ള് പറിച്ച് ഇട്ട് കത്തിച്ച് എല്ലാം ക്ലീൻ ചെയ്തു. പുള്ളി ഒരു ഉച്ചയായപ്പോൾ വന്നു. പോയി ഹോട്ടലിൽ പോയി ചോറിന് തന്നു. അപ്പോൾ ഞാനുള്ളതുകൊണ്ട് ഈ അവർ ഈ നല്ല ഇത് മലയാളികളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കഞ്ഞി വെക്കുന്നുണ്ട് സൗദി ഇത്. അപ്പോൾ എന്ത് ചെയ്തു അറിയോ, ഞങ്ങൾ പോയി ഇങ്ങനെ മുമ്പത്തെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. അവിടെ ഇത് കഴിക്കണം, മേശമൊന്നുമല്ല, കഴിക്കാൻ വേണ്ടി ചെന്നിരുന്ന് വലിയൊരു അല്ല. അപ്പോൾ വേറെ കൊണ്ടുവന്ന് ആന്ധ്രക്കാരനും മുതലാളിക്കും ഒരു പാത്രത്തിൽ വെച്ച് അവർ കഴിച്ചു. അപ്പോൾ എനിക്ക് വെള്ളച്ചോറ് തന്നു. അവിടെ തന്നെ അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് പുള്ളി എന്ത് ചെയ്തു എന്നറിയോ, മുതലാളി ആ ചോറ് കൂടെ ആ കൂടെ എടുത്തിട്ട് അവിടെ പുള്ളി പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിന്ന് കഴിക്കണം എന്ന്. ഓ നമുക്ക് കുഴപ്പമില്ല. അവിടെ തന്നെ കോഴിയൊക്കെ കൊണ്ടുവന്ന് ഈ പൊരിച്ച് കൊണ്ടുവന്ന് വെച്ചു. എല്ലാം കഴിച്ചു തുടങ്ങി. ഇപ്പോൾ വലിയൊരു പെപ്സി മേടിച്ചു. പെപ്സിയാണ് അവരെപ്പോഴും കൂടുതലും പെപ്സിയാണ് കഴിക്കുന്നത് സൗദികൾ. പെപ്സി മേടിച്ചു. അതും ഗ്ലാസ്സിലൊഴിച്ച്. പുള്ളിയുടെ കൈക്ക് സ്വാധീനക്കുറവുണ്ട് മുതലാളില്ല. എന്നാലും പുള്ളി എന്നിട്ട് ഈ പുള്ളി എന്ത് ചെയ്യാനെന്നറിയോ, ഈ ഇറച്ചി കഷ്ണം ദശ ഇങ്ങനെ നുള്ളി എൻ്റെ അടുത്ത് കിട്ടരും. കഴിച്ചു ആ ഇത് പറയാം കേട്ടോ. ചിക്കന് എന്നിട്ട് ഇതെടുത്താ പൊരിച്ചെടുത്ത് വന്നിട്ട് ഇത് ഈ ഞുള്ളി പറിച്ച് ഈ പിള്ളേർക്ക് കൊടുക്കുന്നതൊക്കെ പുള്ളി എനിക്ക് ഇട്ട് തരിക. കഴിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ വീണ്ടും പോയി പണിയൊക്കെ ചെയ്തു. തണുപ്പ് മാറി ചൂടാ. നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. അന്ന് തീർത്തു ഏതായാലും അത്ര കംപ്ലീറ്റ് വാരി കത്തിച്ച് ക്ലിയറാക്കി. ആന്ധ്രക്കാരനുണ്ട്. ആന്ധ്രക്കാരൻ ഭയങ്കര മടിയാ. പണിയൊക്കെ ചെയ്യാൻ മടിയാ. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വന്നൊന്ന് പോയി പുള്ളി കൊണ്ടുവിട്ടു. അപ്പോൾ ചേട്ടൻപുള്ളി വെച്ചാൽ ഞാൻ പറഞ്ഞു ഇന്നൊക്കെയാണ് എടാ അവിടെ വർഷപ്പോൾ തുടങ്ങാൻ സാധ്യത കേട്ടോന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നു, വണ്ടി കയറി പോയി. അപ്പോൾ പുള്ളിയുടെ പെങ്ങളെ ഒരാൾ അവിടെ കെട്ടിച്ചിട്ടുണ്ട്. പെങ്ങളുടെ ഈ ഒരു കെട്ടിടം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അവിടെ നിന്ന് കറണ്ട് വലിക്കണം. അപ്പോൾ അവിടെ നിന്ന് മാന്തിക്കൊണ്ട് വരണം. മാന്താൾ ഇപ്പോൾ അതിനറിയോ മണലല്ലേ. അപ്പോൾ ഇത്ര നല്ലോണം താത്തിക്കോളാൻ പറഞ്ഞു. വണ്ടിക്ക് കൊണ്ടുവരണം. അവിടെ തന്നെ ഈ പുള്ളി പറഞ്ഞിട്ട് ലൈനൊക്കെ കാണിച്ചു തന്നിട്ട് പുള്ളി പോയി. ആ മന്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നമുക്ക് ഇത് വയ്ക്കാം. മാന്തി ഇവൻ ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഈ സൗദി പോയി കഴിയുമ്പോഴത്തേക്കും മുതലാളി പോയി കഴിയുമ്പോഴത്തേനും ഈ ആന്ധ്രക്കാരൻ്റെ ഇടയ്ക്ക് ഒറ്റ മുഖം അവിടെ ഹിന്ദിക്കാരൻ്റെ അടുത്ത് പോയി വർത്തമാനം പറയും. അപ്പം ഞാൻ തന്നെ അപ്പോൾ ഇങ്ങനെ ഈ ഇടയ്ക്ക് പുള്ളി വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്തെന്ന് ചോദിച്ചു. നമ്മൾ ഞാൻ അവിടെ സദീഖിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയതാന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഈ പുള്ളി മാന്താൻ പോവാ ഒരു കൈ കൊണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ മാന്തിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയോട് എന്നിട്ട് പുള്ളിയുടെ വണ്ടിക്കകത്ത് വെള്ളം പെപ്സി ആകണ്ട ചെറിയ ഒരു കുപ്പി അതൊക്കെ എടുത്തൊന്ന് കുടിച്ചു. മാന്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ആരാണ്ടോ ചെന്ന് മുന്നോട്ട് പറഞ്ഞു മുതലാളി വന്നിട്ട് നീ ഉള്ളതാന്ന്. അവനെ അറബി നല്ലോണം എഴുതാനും വായിക്കാൻ അറിയാം. നീ ഉള്ളതാന്ന് വെച്ചു. ഞാൻ സദീഖിൻ്റെ അടുത്ത് പോകാൻ ഇതിന്ന് തീർത്തിട്ട് പോകണമെന്ന് വെച്ചു പുള്ളി. തീർത്തിട്ട് പോകണമെന്ന്. അപ്പോൾ പുള്ളി കേബിൾ മേടിക്കാൻ പോയതായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ആ മാന്തിയുടെ കേബിളിട്ട് മുറിക്കണം പറഞ്ഞു. അവിടെ ഇച്ചിരി ലൂസാക്കി ഇട്ടത് പറഞ്ഞു.
പുള്ളിക്ക് കളി മനസ്സിലായി. അപ്പോൾ ഞാനത് ചെയ്തു, പുള്ളി പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ തുമ്പപ്പണി അറിയാമല്ലോ, നമുക്ക് പിന്നെ വിഷയമല്ലോ. അങ്ങനെ ഞാൻ മൂടി ഇടയ്ക്ക് വരെ കല്ലൊക്കെ വെച്ചു, പുള്ളി പോരാൻ കല്ലൊക്കെ വെച്ച സമയത്ത് പുള്ളി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് ഈ സൗകര്യം. പിന്നെ ഈ വെയിൽ നല്ല വെയിലാട്ടോ, ഇല്ലാന്നല്ല, നല്ല ചൂടാണ്, എന്നാലും കുഴപ്പമില്ല, ഓവർ ചൂടല്ല. ഈ തണുപ്പ് മാറി ചൂടിൽ വന്നു, അപ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. എന്നാലും ഉണ്ട്, ചൂടുണ്ട്. ഒരു 5-5:30 കഴിഞ്ഞപ്പോഴത്തേനും ചേർത്തു. പുള്ളി മുതലാളി പിന്നെ എങ്ങും പോയില്ല, പുള്ളി വണ്ടിക്കകത്തുണ്ടാകും. അങ്ങനെ അത് കഴിഞ്ഞു, കേബിളും ഇട്ട് മൂടി എല്ലാം കഴിഞ്ഞ് ഭദ്രമാക്കി അന്ന് പോയി കഴിഞ്ഞ് പിന്നെ ബാവുണ്ട്. ബാബു ഈ കറണ്ടിൻ്റെ പണിക്കാരനാണ്, വണ്ടിയുടെ കറണ്ടിൻ്റെ ആണല്ലോ. അപ്പോൾ പുള്ളിനെ കൊണ്ട് ബാബുവിനെ വിളിച്ചിട്ട് പോയി ഇതിൻ്റെ കണക്ഷൻ കൊടുത്തു, കറണ്ടിൻ്റെ കണക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കറണ്ട് കിട്ടി. പിന്നെ പിറ്റേ ദിവസം തന്നെ ഷെഡിൻ്റെ പണി തുടങ്ങി. ഷെഡ് അടിച്ചു, ഞങ്ങൾ 2-3 പേര് കൂടി ഷെഡ് അടിച്ചു. അടിച്ചു കഴിഞ്ഞ് ഉടനെ അത് കഴിഞ്ഞ് പുള്ളി ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം പുള്ളി വന്ന് സലീമിനോട് പറഞ്ഞു, ഞാൻ റിയാദ് വരെ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ സാധനം കയറ്റി കൊടുക്കുന്നു പറഞ്ഞു, ഇവിടെ ഇറക്കി വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സലീം മണി തോന്നി, ആയിഷ നിനക്കുള്ള സാധനമായിട്ട് വർഷപ്പ് തുടങ്ങാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഇത് പഞ്ചർ മക്കീനെ വെൽഡിങ് മെഷീനെല്ലാം മേടിക്കണം എന്ന് പറഞ്ഞു. പുള്ളി പോയ 3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സലീമിനെ വിളിച്ചു. സലീമിന് ഞങ്ങൾക്ക് ഒരു വണ്ടി വരും, സാധനമൊക്കെ വെച്ചേക്കാൻ പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേനും വന്നു. ഒരു വണ്ടിയിൽ പഞ്ചർ മക്കീന, വെൽഡിങ് മെഷീൻ, പിന്നെ വേറെ കുറേ സാധനങ്ങൾ, വണ്ടിയുടെ സാധനങ്ങൾ, പിന്നെ ടൂൾസുകൾ എല്ലാം കൊണ്ടുവന്നു. എല്ലാം ഇറക്കി വെച്ചു കേട്ടോ. വേറെ റൂമുണ്ട്, ആ റൂമിൽ എല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞ് പുള്ളി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ വന്നു. അപ്പോൾ ചേട്ടൻപുള്ളി പറഞ്ഞു, ചേട്ടാ എനിക്ക് വർഷപ്പെടാനാണ്. അവിടെ നിന്ന് വന്ന് 2 ദിവസം പുള്ളി വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പുള്ളി പറഞ്ഞു, എന്നെ വിളിച്ചു നമുക്ക് അവിടെ വർഷപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേരും പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വെൽഡിങ് ഇടയല്ലോ, നമ്മൾ പഞ്ചറും ചെയ്തോളും, ബാക്കി കാര്യം ചെയ്തോളും. പിന്നെ പാർട്സ് ഉണ്ട്. അപ്പോൾ അവിടെ ആ ഏരിയയിലില്ല. അപ്പോൾ പുള്ളിക്ക് നല്ല പരിചയമാണല്ലോ ആ ഏരിയ. ശരി, അങ്ങനെ പോയി. അവിടെ പോയി പണി തുടങ്ങി. പുള്ളി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആന്ധ്രക്കാരനുണ്ടോ? ആന്ധ്രക്കാരനുണ്ട്. പുള്ളി പണിയൊക്കെ തുടങ്ങിയിട്ടാണ്. പുള്ളി അവിടെ എല്ലാ ദിവസവും വരും. പുള്ളി വന്ന് അവിടെ ഇരിക്കും. ഭക്ഷണമൊക്കെ ഞങ്ങൾ ഒന്നിച്ചേ കഴിക്കുള്ളൂ, അല്ല വേറെ പാത്രത്തില്ല. 3 പേരോട് ഒന്നിച്ചിരുന്ന് കഴിക്കാം. അപ്പോൾ പുള്ളി എന്നിട്ട് ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഭക്ഷണം കഴിച്ചോണ്ടെന്ന് പറഞ്ഞു, നമ്മളെല്ലാവരും ഒന്നാണ്, അപ്പോൾ ഒറ്റ പാത്രത്തിൽ നമുക്ക് കഴിക്കണം. ആ പോയി സൗദി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പുള്ളിക്ക് എരിവൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഭക്ഷണം റൂമിൽ വെച്ചു തുടങ്ങി. അപ്പോൾ എരിവ് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ റൂമിൽ വന്നാൽ എൻ്റെ ഭക്ഷണം, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം പുള്ളി കഴിക്കും. അപ്പോൾ ചോദിക്കും, പുള്ളി വന്നെന്ന് പറഞ്ഞോണ്ടിരുന്നായിരുന്നു. പുള്ളിക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം വരാം, ഞാൻ വന്നുണ്ട്, പുള്ളിക്ക് എന്തോ ചികിത്സിക്കാൻ വേണ്ടി ഇവിടെ വന്നെന്ന് പറഞ്ഞു. പക്ഷെ അന്നൊക്കെ ഈ പുള്ളിക്ക് വേറെ പല കാര്യങ്ങളുകൊണ്ട് പോരാൻ പറ്റില്ല. പുള്ളി പല പ്രാവശ്യം പറഞ്ഞ എന്നോട് പറഞ്ഞ, ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു വന്നു നോക്കും. അല്ല ദക്ഷിണ എന്നോട് പറഞ്ഞാൽ ആദ്യം പൊക്കോ, ഞാൻ വിളിച്ചെങ്കിൽ എയർപോർട്ട് വന്നാൽ മതി, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. വന്നില്ല, പുള്ളിക്ക് വരാൻ പറ്റും. ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് അറിയാനും പാടില്ല. പാവം, നല്ലൊരു മനുഷ്യനാണ്. അന്ന് എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? അന്നൊരു 65-70 വയസ്സുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണാൻ ചാൻസ് കുറവാണ്. ഇവർക്ക് ആയുസ് കൂടുതലാണ്. ഇവർക്ക് ആയുസ് കൂടുതലാണ്. സൗദിക്ക് ആയുസ് കൂടുതലാണ്. നമ്പറൊന്നും ഇല്ല അല്ലേ? ഏതാ മൊബൈൽ നമ്പറൊന്നും? ആ നമ്പർ, എനിക്കുള്ള നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നമ്പർ കട്ടായിപ്പോയി. അങ്ങനെയാണ് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് വേറെ സ്ഥലത്ത് പോയി വർക്ക്ഷോപ്പിൽ ഇട്ട് വന്നു പുള്ളി. എനിക്ക് അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ വർഷങ്ങൾ. അത് അവിടെ നിന്നാണ് ഞാൻ നാട്ടിൽ ആദ്യം പോയിരുന്നത്. അവിടെ നിന്നാണ് ചേട്ടൻ്റെ സൗദി യാത്ര തുടങ്ങണേ. ഈ ബാക്കി കഥകളുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ആണോ? അല്ല, ഇപ്പം പറയാം. ഇനിയിപ്പോൾ അങ്ങനെ ഒത്തിരി പറയാനുണ്ട് സംഗതി. ജീവിതങ്ങളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെന്ന് നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ആദ്യമൊന്നും ഞാൻ ചെല്ലുമ്പോഴൊക്കെ കറണ്ട് വന്നേ ഉള്ളൂ അവിടെ. ഞാൻ വന്നതിനൊക്കെ 1 കൊല്ലം മുമ്പ് കറണ്ട് കഷ്ടി വന്നേ ഉള്ളൂ. അന്ന് AC ഒന്നും ഇല്ല, കൂളറൊന്നും ഇല്ല. ലാസ്റ്റ് പിന്നെ ഈ സന്ധ്യയാകുമ്പോൾ ഭയങ്കര ചൂടല്ലേ, ചൂടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ കാറ്റുണ്ട്, പുറത്തിറങ്ങിക്കിടന്നു കഴിഞ്ഞ് പൊടിക്കാറ്റ് വരുമ്പോഴുള്ളൂ
ഈ പൊടിക്കാറ്റ് വരുമെന്ന് അറിയുമ്പോൾ തന്നെ അപ്പം തന്നെ ഈ പുതപ്പെടുത്ത് മൂടും. അപ്പോൾ ഈ പൊടിയെല്ലാം കൂടെ വന്ന് പുതപ്പെടും. അതുകൊണ്ട് ആ കാറ്റ് നിന്ന് പൊടിക്കാറ്റ് നിന്ന് കഴിയുമ്പോൾ ഇത് എടുത്ത് കുടയും, കുടച്ചിട്ട് വീട്ടിൽ കിടക്കും. ആദ്യമൊക്കെ ചൊറിയൂല്ലേ മേലെ? ഇല്ല, ആദ്യമൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ടു. ഈ ചൂട് ഭയങ്കര. പിന്നെ വെള്ളം കുടിക്കും, പിന്നെ അകത്ത് കിടക്കും, അകത്ത് കതവ് തുറന്നിട്ട് കിടക്കും. അതൊക്കെ നമുക്ക് പിന്നെ അടുത്ത എപ്പിസോഡിൽ പറയാം. എല്ലാവരും പറഞ്ഞ എല്ലാവർക്കും ഒന്നിച്ച് എല്ലാവരും അറിയണ്ട. അല്ല, ഇതെല്ലാം കൂടെ ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് അപ്പൊ ചേട്ടന്റെ സൗദി കഥകളുമായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും സൈനിങ് ഓഫ്, ബിന്ദുസ് ഡ്രീംസ്. ബൈ.